ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മിനറൽസിനെയും ഓൾസിനെയും കുറിച്ചാണ്. ഫസ്റ്റ് വൺ മിനറലാണ്. മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റലിൻ്റെ ഒരു സോഴ്സായിട്ട് നമുക്ക് പറയാം. മെറ്റൽസൊക്കെ കിട്ടുന്നത് മിനറലിൽ നിന്നാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മിനറൽസ്, സോയിലിൽ മിനറൽ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ പ്ലാന്റ്സിനൊക്കെ നല്ലതാണ് അല്ലേ. പ്ലാന്റ്സിന് മിനറൽസിൻ്റെ കണ്ടൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറലി ഒക്വറിങ് ഇൻഓർഗാനിക് സോളിഡ് സബ്സ്റ്റൻസ് വിത്ത് ഡിസ്റ്റിൻക്റ്റ് കെമിക്കൽ കമ്പോസിഷൻ ആൻഡ് സ്പെസിഫിക് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അതായത് ഒരു നാച്ചുറലായിട്ടുണ്ടാകുന്ന പറഞ്ഞാൽ ജിയോളജിക്കൽ പ്രോസസ്സ് വഴിയൊക്കെ ഉണ്ടാകുന്ന ഇനോർഗാനിക്, അതായത് ഓർഗാനിക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൺ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഹ്യൂമൺ പ്രൊഡ്യൂസ് ചെയ്യോ അല്ല ആനിമൽ പ്രൊഡ്യൂസ് ചെയ്തതൊന്നും അല്ല, പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതൊന്നുമല്ല, അത് സ്വതവേ ഉണ്ടായ ഒരു നാച്ചുറലി ഒക്വറിങ് ആയിട്ടുള്ള ഇനോർഗാനിക് സോളിഡ് സബ്സ്റ്റൻസ് ആണ് വിത്ത് ഡിസ്റ്റിൻക്റ്റ് കെമിക്കൽ കമ്പോസിഷൻ. അതായത് ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട്, മാത്രമല്ല സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതായത് അതിന് ഒരു പ്രത്യേക കളർ, ഷേപ്പ്, അതുപോലെ ലസ്റ്റർ പ്രോപ്പർട്ടി, മാലിബിൾ പ്രോപ്പർട്ടി ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മിനറൽസിനെ കുറിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും, എന്താണ് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് എ മെറ്റലൊക്കെ കിട്ടുന്നത് മിനറലിൽ നിന്നാണ്. അതുപോലെ അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ സിലിക്കേറ്റ്സ്, പിന്നെ ഓക്സൈഡ്സ്, പിന്നെ സൾഫൈഡ്സ്, കാർബണൈഡ്സ്, ഹാലൈഡ്സ്, നേറ്റീവ് എലമെൻറ്റ്സ്. ഇത് തന്നെയാണ് ഓറിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ. അത് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓൾസിൻ്റെ സെക്ഷൻ വരുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ പറയുന്നത് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. എന്തിനൊക്കെ ഈ മിനറൽസ് നോർമലി ഉപയോഗിക്കും മിനറലായിട്ട്. ഇപ്പോൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ ഒഴിവാക്കിയിട്ട് വേറെ എന്താ പറയുക, ബിൽഡിംഗ് ബ്ലോക്സ്, അതായത് റോക്കിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമുക്ക് എന്താ പറയാം, മിനറലിനെ പറയാം. പിന്നെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ മിനറൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജ്വല്ലറീസ്, അതിനൊക്കെ മിനറൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ചില സെക്ഷനിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റോക്സ്. മിനറൽസിന് വേറൊരു പേര് കൊടുക്കുകയാണ് റോക്സ്. ബട്ട് അത് ആക്ച്വലി കറക്റ്റ് അല്ല. മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റിൻക്റ്റ് കെമിക്കൽ കമ്പോസിഷൻ ഉണ്ട്, നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഒരു കെമിക്കൽ ഫോർമുലയുണ്ട്. പക്ഷേ റോക്സ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേഷൻ ഓഫ് മിനറൽസ് ആണ്. ഒന്നോ അതിലധികം കൂടുതൽ മിനറൽസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് റോക്സ്. മേ ബി ഒരേ മിനറൽ ആവണമെന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറലുകളൊക്കെ കൂടി ചേർന്നിട്ടും റോക്സ് ഫോം ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. നമുക്കറിയാം ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, ആ ഗ്രാനൈറ്റ് തന്നെ. ഈ ഗ്രാനൈറ്റ് ഉണ്ടായിരിക്കുന്നത് 3 മിനറൽ കൂടിയിട്ടാണ്. അതിലൊന്നാണ് ക്വാർട്സ്, 2 ഫെൽസ്പാർ, 3 മൈക്ക. ഈ 3 മിനറലുകളും കൂടിയിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, റോക്കായിട്ടുള്ള ഗ്രാനൈറ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ റോക്സും മിനറലും എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റോക്സ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേഷൻ ഓഫ് ദ മിനറൽസിൻ്റെ കൂടിച്ചേരലുകളിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് റോക്സ്. അപ്പോൾ നമ്മൾ നാച്ചുറലി റോക്ക് ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരുപാട് മിനറൽസ് കൂടിച്ചേർന്ന് ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് റോക്കൊക്കെ. ഓക്കെ. അതുപോലെ അതിൻ്റെ വെതറിങ് വഴി കുറേ മിനറൽസ് റിലീസ് ചെയ്യും. ആ മിനറൽസ് റിലീസ് ചെയ്യുമ്പോൾ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്നത് ഫോർമേഷൻ, എങ്ങനെ നമുക്ക് ഈ മിനറൽ നോർമലി എർത്തിൽ നാച്ചുറലായിട്ട് ഫോം ചെയ്യുകയാണെന്ന് പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ ഫോം ചെയ്യാം. ഫസ്റ്റ് വൺ മാഗ്മ അല്ലെങ്കിൽ ലാവയുടെ ക്രിസ്റ്റലൈസേഷനാണ്. നമുക്കറിയാം വോൾക്കാനിക് എറപ്ഷനിൽ വഴി ഉണ്ടാകുന്നതാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ. ഇത് തനിയെ ക്രിസ്റ്റലൈസ് ചെയ്യും. അതിന് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് മേ ബി എന്താ പറയുക, മിനറൽ എന്ന് പറയാം. അത് എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈ മാഗ്മ ലാവയ്ക്ക്. അതിലൊരുപാട് എലമെൻസുകൾ കൂടി ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ തനിയെ ഉണ്ടാകുന്ന ഒന്ന് മിനറലാണ്. പിന്നെ മെറ്റാമോർഫിസം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന മിനറലുകൾ ചിലപ്പോൾ ഓൾട്ടറേഷൻ വരും. അതിൻ്റെ ഭയങ്കര ഹീറ്റും പ്രഷറൊക്കെ എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുന്നല്ലോ. അതുകൊണ്ട് മെറ്റാമോർഫിസം വഴി പുതിയ മിനറൽസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ വരുന്നത് പേഴ്സിപ്പിറ്റേഷനാണ്. പേഴ്സിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ വാട്ടറിൽ കുറേ മിനറൽസ് ഡിസോൾവ്ഡ് ആയിട്ട് ഫോമിലുണ്ട്. ഈ ഡിസോൾവ്ഡ് ആയിട്ടുള്ള സീ വാട്ടർ എന്ത് ചെയ്യും, ഇവാപ്രേഷൻ വഴി
എന്ത് ചെയ്യും, കുറേ മിനറൽസ് സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ച് മിനറൽസ് കിട്ടും. നെക്സ്റ്റ് വൺ ബയോളജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസം ഹെൽപ്പ് ഫോർ പ്രസിപ്പിറ്റേഷൻ. ചില ഓർഗാനിസംസ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനറൽസ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഓഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഴ്സ് ആർ നാച്ചുറലി ഒക്കറിങ് rocks or sediments containing valuable minerals with economically important elements like metals that can be profitably extracted. വേറൊന്നുമല്ല, മിനറൽ തന്നെയാണ് ഓറ്. പക്ഷേ ഓറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ മിനറൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ മിനറൽ യൂസ് ചെയ്യാൻ കഴിയില്ല. അതിനാണ് ശരിക്കും ഓഴ്സ് എന്ന് പറഞ്ഞത്. ഓഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിളായിട്ടും എക്കണോമിക്കലി ഫീസിബിളായിട്ടും നമുക്ക് എങ്ങനെ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും അതാണ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അയൺ എന്ന് പറയുന്നത് നമുക്ക് ഏതിലാണ്, ഹെമറ്റൈറ്റിലുണ്ട് അയൺ. ഈ ഹെമറ്റൈറ്റിലുള്ള അയണിനെ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റബിളായിട്ട് അതുപോലെ ഇക്കണോമിക്കലി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. മാത്രമല്ല അയൺ റിച്ചുമാണ്. അങ്ങനെ എല്ലാ അയണിൻ്റെ മിനറലിൽ നിന്നും നമുക്ക് എന്ത് കഴിയില്ല, അയണിനെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. അയൺ അതിലുണ്ടായിരിക്കും, മേ ബി അയണിൻ്റെ പ്രസൻസ് ഉണ്ടാവും, പക്ഷേ അയണിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ട് നമുക്കത് കിട്ടുന്നില്ല. ഒരു അയണിപ്പം അയൺ പോട്ടെ, നമുക്ക് അയണിനെ എടുക്കാം. നമുക്കൊരു കിലോക്ക് എത്ര, മേ ബി ഒരു 500 രൂപ എടുക്കും. എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ലെങ്കിൽ 500 രൂപ എടുക്കാൻ വിചാരിച്ചോളൂ. പക്ഷെ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കോസ്റ്റ് 50,000 ആണെങ്കിൽ 500 രൂപയ്ക്ക് വിൽക്കുന്ന ഈ സാധനം 50,000 കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഒരു 50 രൂപയ്ക്ക് എക്സ്ട്രാക്ഷൻ നടക്കുന്ന ഒരു മിനറൽ എടുക്കുകയല്ലേ ഏറ്റവും ബെറ്റർ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓറെന്ന് പറഞ്ഞാൽ നമുക്ക് എക്കണോമിക്കലി ഫീസിബിളായിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയണം. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്സൈഡ്സ്, സൾഫൈഡ്സ്, കാർബണേറ്റ്സ്, സിലിക്കേറ്റ്സ് ആൻഡ് ഹാലൈഡ്സ് ആൻഡ് നേറ്റീവ് എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ നേറ്റീവ് എലമെൻറ്റ്സ് ആയിട്ട് പറയാം. നേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ ഓറുകളും കമ്പൈൻഡ് സ്റ്റേറ്റിലാവണമെന്നില്ല. ചിലത് ഫ്രീ സ്റ്റേറ്റിലായിരിക്കും. ഫ്രീ സ്റ്റേറ്റിൽ മെറ്റൽ ഫ്രീ ഫോമിലായിരിക്കും. അതിന് എക്സാമ്പിൾ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ. കാരണം അവർ നോബിൾ എലമെൻറ്റ്സ് ആണ്. അവർ എന്ത് ചെയ്യുക, പൊതുവെ തനിയെ നിൽക്കുക. അവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ്. സോ നമുക്ക് അങ്ങനത്തെ ഓറുകൾ കിട്ടും ഫ്രീ സ്റ്റേറ്റിലായിട്ടുള്ളത്. അത് പെട്ടെന്ന് നമുക്ക് അതുപോലെ എക്സ്ട്രാക്ഷനൊക്കെ സുഖമാണ്. പിന്നെ വരുന്നത് സൾഫൈഡ് ഓർസ്. സൾഫൈഡ് ഓർസിന് അയൺ പൈറൈറ്റ്സ്, കാൽക്കോസൈറ്റ്സ്, കാൽക്കോപൈറൈറ്റ്സ്, സിനബേഴ്സ്, ഗലീന സൾഫൈഡ് ഓറുകളായിട്ട് നമുക്ക് പറയാം. സൾഫൈഡ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫൈഡ് കണ്ടൻറ്റ് ചെയ്ത ഓറിനെ നമ്മൾ സൾഫൈഡ് ഓർസ് എന്ന് പറയാം. ഓക്കെ, അതിൽ അയൺ പൈറൈറ്റ്സ് ഫൂൾസ് ഗോൾഡ് എന്നൊക്കെ പറയാം. വിഡ്ഢികളുടെ സ്വർണ്ണം എന്നൊക്കെ പറയാം. സ്വർണ്ണത്തിൻ്റെ ഒരു കളറൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഓക്സൈഡ് ഓർസ് എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ വഴി ഉണ്ടാവുന്നതാണ്. മെറ്റലിൻ്റെ ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്നതാണ് ഓക്സൈഡ് ഓർസ്. ചിലപ്പോൾ സൾഫൈഡ് ഓറുകൾ ഓക്സിഡേഷൻ ചെയ്തിട്ടും ഓക്സൈഡ് ഓർസ് ഉണ്ടാവാം. ഓക്കെ, അധികം ഇലക്ട്രോ പോസിറ്റീവായിട്ട് എലമെൻറ്റ്സ് ആണ് ഓക്സൈഡ് ഓർസുകൾ ഫോം ചെയ്യുക. എന്തുകൊണ്ടാണ് ഓക്സൈഡ് ഓർസുകൾ ഫോം ചെയ്യുന്നുണ്ടാവുക? അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് കൂടുതൽ അഫിനിറ്റി ആരോടായിരിക്കും, ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള എലമെൻറ്റ്സിനോടായിരിക്കും അല്ലേ. ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഓക്സിജൻ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള അലുമിനിയം, മെഗ്നീഷ്യം പോലുള്ള എലമെൻറ്റ്സ് ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് ഓക്സൈഡ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയുണ്ടാവും. മാത്രമല്ല ഓക്സിജൻ കുറച്ച് അബണ്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ്, നോൺ മെറ്റലാണ്. ഓക്കെ, കൂടുതലായിട്ടും നമുക്ക് ഓക്സിജനെ കാണാൻ കഴിയും, ഒരുപാട് ഉണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ബോക്സൈറ്റ്, കാസ്റ്ററൈറ്റ്, കുപ്രൈറ്റ്, സിങ്കീറ്റ്, റുഡൈൽ, പരോൾസൈറ്റ് ആൻഡ് ക്രോമൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓക്സോസോൾട്ട്. ഓക്സോസോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ഓറാണ്. അപ്പോൾ നമ്മൾക്ക് കാർബണേറ്റ് ഓറ്, സൾഫേറ്റ് ഓറ്, നൈട്രേറ്റ് ഓറ്, ഫോസ്ഫേറ്റ് ഓറ്, ഇതിനെയൊക്കെ കമ്പൈൻഡായിട്ട് പറയുന്നത് ഓക്സോസോൾട്ട്. അതിന് എക്സാമ്പിൾസ് വരുന്നത് സിഡറേറ്റ്, അത് കാർബണേറ്റ് ഓറുകളിൽ വരുന്നത് സിഡറേറ്റ്, ഡോളോമൈറ്റ്, കെറോസൈറ്റ് ആൻഡ് മാൽഷൈറ്റ്, കെലാമൈൻ. ഇത്രയും കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളതിൻ്റെ ഫോർമുലാസ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സൾഫേറ്റ് ഓർസ് ആണ്. സൾഫേറ്റ് ഓർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിറ്റസ്. നെക്സ്റ്റ് വൺ ജിപ്സം നിങ്ങളൊരു ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ, ജിപ്സം കേട്ടിട്ടുണ്ടാവും. അതുപോലെ ആഞ്ചലൈസ്ഡ്,
ആംഗ്ലസൈറ്റ് ആൻഡ് അൺഹൈഡ്രേറ്റ്. അൺഹൈഡ്രേറ്റ് കാൽഷ്യം സൾഫേറ്റ് ആണ് അൺഹൈഡ്രേറ്റ്. നമുക്ക് അൺഹൈഡ്രസ് കേട്ടിട്ടില്ലേ, അൺഹൈഡ്രേറ്റ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ, അതൊക്കെ ഓക്സോ സോൾട്ടിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. പിന്നെ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അധികം ഹാലൈഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഹാലൈഡ് ഓർസുകളാണ് ഉണ്ടാവുക. കാരണം ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഹൈ അഫിനിറ്റി ഇലക്ട്രോനെഗറ്റീവ് കൂടുതലായിട്ടുള്ള ഹാലൈഡ്സിനോടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ കാൽസ്യമൊക്കെ ഹൈ ഇലക്ട്രോപോസിറ്റീവാണ്. അപ്പോൾ അലുമിനിയം മെഗ്നീഷ്യം ഓക്സൈഡ്സ് ഉണ്ടാകുന്ന പറഞ്ഞ പോലെ കാൽഷ്യം കുറച്ചുകൂടി ഇലക്ട്രോപോസിറ്റീവ്, അത് ഒന്നുകൂടെ ഹാലൈഡ്സ് ആണ് ഉണ്ടാവുക ചാൻസ് കൂടുതൽ. ഓക്കെ. അപ്പോൾ ഫ്ലൂറോസ്പോർ, പിന്നെ ക്രയോലൈറ്റ്, റോക്ക് സോൾട്ട്, സോഡിയമൊക്കെ ഹൈ ഇലക്ട്രോപോസിറ്റീവ്. അപ്പോൾ ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡുകളൊക്കെ ഉണ്ടാകും. ഓക്കെ. പിന്നെ സിൽവിൻ, ഹോൺ സിൽവർ, കാർണലൈറ്റ് ഒക്കെ ആണ് അതിനുള്ള എക്സാമ്പിൾ. ഹാലൈഡ് ഓർസ് കൂടുതലും നമ്മൾ സോയിൽ, അൺറിസ്ഡ് സോയിലാണ് കാണാം. കൂടുതലും സോയിൽ തന്നെയാണ് നമ്മൾ ഹാലൈഡ് സോഴ്സിനെ കാണപ്പെടുന്നത് സീനേക്കാൾ. ഓക്കെ. മെഗ്നീഷ്യമൊക്കെ കൂടുതൽ നമ്മൾ സീലാണ് കൂടുതൽ കാണുന്നത്. മെഗ്നീഷ്യമൊക്കെ സീയിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. ഒരു സീയിൽ ഒരു 1 cubic kilometer സീ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും മെഗ്നീഷ്യം, സ്ട്രോൺഷ്യം അങ്ങനെയൊക്കെ കിട്ടും. ഒരുപാട് മെഗ്നീഷ്യത്തിൻ്റെ നമുക്ക് കണ്ടൻസ് കൂടുതലായിട്ട് കാണാൻ കഴിയും. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് മെറ്റലർജിയാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം.